നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയോ പത്തിരിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയോ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറി റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു കറിയും കൂടിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇതുപോലൊരു കുക്കറിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് അതായത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇത്രയും മസാലകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് ക്യൂമിൻ സീഡ്സും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 4 ഏലക്കയും അതുപോലെ ഒരു 5 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 കിലോ മട്ടനിലേക്കുള്ള മസാലകളാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 1 കിലോ മട്ടൻ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തതാണ്. കഴുകി വൃത്തിയാക്കി അതിന് വെള്ളമൊക്കെ കളഞ്ഞെടുത്ത മട്ടനാണ്. ഇനി ഇതുപോലെ തന്നെ ഇതുപോലെ കുക്കറിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ മട്ടൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയിട്ടൊക്കെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മീറ്റ് മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ മട്ടൻ മസാല പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എരിവിന് കുരുമുളകിൻ്റെ പൊടിയാണ് കുറച്ച് അധികമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ്. ഇതിപ്പോൾ മസൂർ ദാലാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ അരമണിക്കൂർ ഇതുപോലെ കുതിർത്തെടുത്തതാണിത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഓറഞ്ച് കളറിലുള്ള ആ ഒരു ദാലില്ലേ, അതാണിത്. ഇനി എല്ലാം കൂടി നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഞാനിതിപ്പോൾ 4 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ മട്ടനും ഓരോ വേവായിരിക്കും. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ വേവിച്ചെടുക്കാൻ. ഇനി ഇതിലേക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 2 മീഡിയം സൈസിലുള്ള ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലേൻ്റെ ഗ്രേവി എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉള്ളിയൊക്കെ എടുക്കാം. ഇപ്പം ഞാനിത് ഒരു കുറഞ്ഞ അളവിലാണ് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. ഇനി ഉള്ളി നല്ലോണം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും മതി. അപ്പോൾ ഓൾറെഡി നമ്മൾ മട്ടൻ വേവിക്കുന്ന സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി ഇത് നല്ലോണം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒരു ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ അതിനേക്കാളും കുറച്ച് അളവിൽ പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലാണ് കുറച്ച് അധികമായിട്ട് എടുക്കേണ്ടത്. ഇനി ഒട്ടും പുളിയില്ലാത്ത തൈരും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നേരത്തെ മസാല തയ്യാറാക്കിയ അതേ പാനിലേക്ക് ഞാനിത് വേവിച്ചെടുത്ത മട്ടന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
മട്ടനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിട്ട് ഇത് മട്ടനിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചെടുത്ത ആ ഒരു പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതേ ജാറിൽ കുറച്ച് വെള്ളം കൂടി ആക്കി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇത് കുറച്ച് കുറുകിയ ഒരു ചാറോട് കൂടിയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അതുകൊണ്ട് അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി എല്ലാം കൂടി ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഇപ്പം കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയം കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള അത്രയും ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇതുപോലെ ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ അത് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കറിയുടെ ടേസ്റ്റും ആ ഒരു മണമൊക്കെ തന്നെ ഒരു നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മണവും ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മട്ടൻ കറിയുടെ റെസിപ്പി. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടോട് കൂടി തന്നെ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ ഇന്നത്തെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടോട് കൂടി തന്നെ സെർവിങ് ബൗളിലേക്ക് മാറ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇതുപോലെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.